പി ജയചന്ദ്രന് സംഗീത ലോകത്തിന്റെ അന്ത്യാഞ്ജലി. കേട്ടുമതിയാകാത്ത നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ ഗായകനാണ് വിടവാങ്ങിയത്. അർബുദബാധയെ തുടർന്ന് 80-ാം വയസ്സിലായിരുന്നു അന്ത്യം. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകുന്നേരം 3:30 പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടിലാണ് സംസ്കാരം നടക്കുക. എസ് വിജയകുമാർ തൃശൂർ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ അശ്വിൻ പാലാഴി സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 8:30 അവിടേക്ക് പൂങ്കുന്നത്തെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇപ്പോഴെന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം? അവിടെയുള്ള പൊതുദർശനത്തിന്റെ വിവരങ്ങൾ വിജയകുമാർ. റിജിത, ഞാൻ നിൽക്കുന്നത് പൊങ്കുന്നത്താണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന വസതിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. അമല ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കും. നേരത്തെ റിജിത്ത് പറഞ്ഞതുപോലെ 8 മണിയോടുകൂടി അവിടെ നിന്ന് പുറപ്പെടും എന്നാണ് അറിയിച്ചത്. പക്ഷേ കുറച്ചുകൂടി വൈകും എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും 9 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ 10:30 വരെയെങ്കിലും ഈ വീട്ടിൽ ഉണ്ടാകും. അതിനുശേഷം സംഗീത നാടക അക്കാദമിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിനെയൊക്കെ പ്രതിനിധീകരിച്ചെത്തുന്ന മന്ത്രിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവുമൊക്കെ അവിടെയായിരിക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനുള്ള വിപുലമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചവരെ ആ പൊതുദർശനത്തിന് ശേഷം ഇവിടേക്ക് വീണ്ടും മൃതദേഹം കൊണ്ടുവരും. ഇവിടെ തന്നെ അത് സൂക്ഷിക്കും. നാളെ ചേന്നമംഗലത്തേക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേന്നമംഗലത്തേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. ഈ നമ്മൾ നിൽക്കുന്ന പൊങ്കുന്നത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വസതിയാണ്. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ, ഇപ്പോൾ രാവിലെ നമ്മളിവിടെ എത്തുന്ന സമയം തൊട്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. ഈ നാട്ടിലുള്ളവരും അതുപോലെ ഇവിടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരും തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ അടങ്ങിയ വലിയൊരു സംഘം രാവിലെ തന്നെ അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തുക ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ പറയുന്ന സംഗീത നാടക അക്കാദമിയിലായിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ ഈ കാണുന്ന ഈ വസതിയിലാണ് അദ്ദേഹം. ഒരു പക്ഷേ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളും മാത്രമായിരിക്കും ഇവിടേക്ക് അനുവാദം ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും ഒരുപക്ഷെ തൃശ്ശൂർ പൗരാവലിയുടെ അന്തിമോപചാരം അർപ്പിക്കുക എന്നത് ഈ സംഗീത നാടക അക്കാദമിയിലായിരിക്കും. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ആരാധകർ, അതുപോലെ ജനപ്രതിനിധികൾ, അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് അദ്ദേഹത്തെ കാണാനായി എത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സംഗീത നാടക അക്കാദമിയിലായിരിക്കും അവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കുക. തൃശ്ശൂരിലെ പൗരാവലി പ്രിയപ്പെട്ട ഗായകന് വിട നൽകുന്നത് അക്കാദമിയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മൃതദേഹം പാലിയത്തേക്ക്, ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ അവിടെ അതിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞിട്ട് നടത്തും എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അമല ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. ഈ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പി ജയചന്ദ്രൻ എന്ന ഗായകൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം നമ്മളുടെ ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഏറ്റവും ഉള്ള ഒരു മേഖല കൂടിയായിരുന്നു ഇത്. എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അഭ്യുദയകാംക്ഷികളോ ആരാധകരോ എന്നൊക്കെ പറയാവുന്ന നാട്ടുകാരാണ് ഇവിടെ എത്തിയിരിക്കുന്നതിലധികവും. അവരാണ് അവസാനമായി അദ്ദേഹത്തെ ഇവിടെ നിന്ന് കാണാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വരാനൊക്കെ കഴിയാത്ത ആളുകൾക്കായിരിക്കാം ഈ പറയുന്ന സംഗീത നാടക അക്കാദമിയിൽ അതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ധാരാളം ആളുകൾ അവിടേക്ക് നഗരത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണം അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ജയേട്ടനും അപ്പോൾ നാട് മുഴുവൻ വിട നൽകാൻ ഒരുങ്ങുകയാണ്.
അതിന് എത്താൻ പറ്റുന്ന പരമാവധി ആളുകളും ഈ സംഗീത നാടക അക്കാദമി ഹാളിലേക്കായിരിക്കും എത്തുക. അവിടെയാണ് അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് അത്തരം കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അത് തികച്ചും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു സ്വകാര്യ ചടങ്ങായിരിക്കും ഇവിടുത്തെ അന്തിമോപചാരം അർപ്പിക്കുക എന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 11 മണിയോടുകൂടി മൃതദേഹം അക്കാദമിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ബാക്കി തൃശ്ശൂർ പൗരാവലി പ്രിയപ്പെട്ട ഭാവഗായകൻ ഇവിടെ നൽകുന്നത്. അവിടെ വെച്ചായിരിക്കും റിജിത്ത്. ശരി, പൂങ്കുന്നത്തെ വസതിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് വിജയകുമാർ. വലിയ നഷ്ടമാണ്. മലയാളികളുടെ ഹൃദയസ്വരമാണ് വിട പറഞ്ഞു പോകുന്നത്. മലയാള ചലച്ചിത്ര ശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. പ്രണയവും വിരഹവും ഒക്കെ അതിൻ്റെ ഭാവപൂർണ്ണതയോടുകൂടി നമ്മളിലേക്ക് എത്തിച്ച പാട്ടുകാരൻ വിട പറഞ്ഞു പോകുന്നു. വലിയ നഷ്ടം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന വിയോഗം. ഇപ്പോൾ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിനി, സംഗീത മേഖലയിൽ നിന്നുള്ളവർ, ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരൊക്കെ അവിടേക്കാണ് അവസാനമായി ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എങ്ങനെയാണ്? അവിടേക്ക് ഏതാണ്ട് എത്ര മണിയോടുകൂടി എത്തിക്കും എന്നാണ് മനസ്സിലാവുന്നത്? അവിടെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങളും അശ്വിൻ. രജിത്ത്, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള വീട്ടിൽ അവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അവിടെ തൊട്ടടുത്തുള്ള നാട്ടുകാർക്ക് മാത്രമാണ് ആ ഒരു വീട്ടിൽ മൃതദേഹം എത്തിക്കുമ്പോൾ അവിടേക്ക് എത്താനുള്ള അനുമതി നിലവിൽ നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ താങ്ങാനുള്ള ഒരു സ്ഥലം അവിടെ പരിമിതിയുണ്ട് ആ സ്ഥലത്തിന്. അതുകൊണ്ട് തന്നെയാണ് സംഗീത നാടക അക്കാദമിയിലേക്ക് പ്രധാനപ്പെട്ട പൊതുദർശനം മാറ്റിയിരിക്കുന്നത്. സാംസ്കാരിക കേരളം ഒന്നടങ്കം ഇവിടേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 10:30 നേരത്തെ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ 10:30 പി ജയചന്ദ്രന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. ഈ നാടക അക്കാദമിയുടെ പ്രധാന ഗേറ്റിലെ റീജിയണൽ തിയേറ്ററിൽ കയറി വരുമ്പോൾ തന്നെയുള്ള ആ ഒരു ഹാളിലാണ് ഈ ഒരു പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത്. ഇവിടെയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത്. 10:30 മൃതദേഹം ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുക. ഒപ്പം വിവിധ ഗായകർ, സിനിമാ രംഗത്തുള്ള, സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തുള്ള വിവിധ ആളുകളെല്ലാം അവർക്കുള്ള എല്ലാ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സ്ഥലപരിമിതിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് തൃശൂർ നഗരത്തിന് നടുക്കു തന്നെയാണ് ഇവിടെയുള്ള ഈ സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ എത്ര വന്നാലും അത് ക്രമീകരിക്കാനും അതിനെ താങ്ങാനുമുള്ള ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് അല്പസമയത്തിനുള്ളിൽ എത്തും. ഇപ്പോൾ ഇവിടെ അതിന്റെ പ്രാഥമിക ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ആളുകളെ കൃത്യമായി ക്രമീകരിച്ച് ആളുകൾക്ക് ഇത് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോകാനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. വിജയകുമാറും അശ്വിനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂങ്കുന്നത്തെ വസതിയിൽ മൃതദേഹം അല്പസമയത്തിനകം എത്തിക്കും. അവിടെ ബന്ധുക്കൾക്ക്, അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പരിച്ഛേദം ഒന്നാകെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തും. പ്രിയഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ ഏതാണ്ട് 10 മണിയോടുകൂടി ഭൗതിക ശരീരം സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തുടരും.